ഒരു കാലത്ത് 100 കോടി ക്ലബ്ബ് എന്നത് അപ്രാപ്യമായിരുന്ന മലയാള സിനിമ കരുതിയിരുന്നത്. എന്നാൽ 2016-ൽ എത്തിയ മോഹൻലാൽ ചിത്രം പുലിമുരുകനോടെ ആ എലൈറ്റ് ട്രാക്കിലേക്ക് മോളിവുഡും കയറി. ഇന്ന് മലയാളത്തിൽ ഏറ്റവും വലിയ വിജയത്തിന്റെ കളക്ഷൻ 300 കോടിയായ ലോകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മലയാളത്തിൽ ഇതിനകം 100 കോടി എന്ന സംഖ്യ പിന്നിട്ടത് 14 ചിത്രങ്ങൾ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ ആ നേട്ടം സ്വന്തമാക്കിയത് ഇപ്പോഴും തിയേറ്ററിലുള്ള ആട് 3 എന്ന ചിത്രവും. ആട് 3യിലൂടെ ജയസൂര്യ കരിയറിലെ ആദ്യ 100 കോടി നേട്ടവും സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി പരിശോധിക്കുമ്പോൾ ഒരു അപൂർവ നേട്ടം കൂടി അദ്ദേഹം സ്വന്തമാക്കാൻ വലിയ സാധ്യതയുണ്ട്. അടുത്തിടെയാണ് റിലീസാകാൻ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന റെക്കോർഡാണ് അത്. മലയാള സിനിമയിൽ ഇതുവരെ മോഹൻലാൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ള നേട്ടം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എമ്പുരാനും തുടരും എന്നീ മോഹൻലാലിന്റെ അടുത്തിടെ റിലീസുകൾ ആയിരുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ 100 കോടി ക്ലബ്ബിൽ കടന്നു. 100 പിന്നിട്ട് 200 കോടി ക്ലബ്ബിലും അനായാസം കടന്ന ഈ ചിത്രങ്ങൾ. മോഹൻലാൽ കൂടാതെ മലയാളത്തിൽ 100 കോടി ക്ലബ്ബ് നേട്ടങ്ങൾ സ്വന്തമാക്കി സോളോ ഹീറോ, ഹീറോയിൻ 8 പേരാണ്. എന്നാൽ അവർക്കാർക്കും തുടർച്ചയായ 100 കോടി ക്ലബ്ബ് എൻട്രി ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ജയസൂര്യയ്ക്ക് അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ബിഗ് ബഡ്ജറ്റ് ചിത്രം കത്തനാടാണ് ആട് 3ക്ക് ശേഷം തിയേറ്ററിൽ എത്താനിരിക്കുന്ന ജയസൂര്യ ചിത്രം. ചിത്രത്തിൻ്റെ ടീസർ അല്പം മുമ്പാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. ഇംഗ്ലീഷ് അടക്കം 6 ഭാഷയിലെ ടീസർ പുറത്തിറങ്ങി. ഇറങ്ങിയ ഭാഷകളിലെല്ലാം മികച്ച അഭിപ്രായവും ടീസർ നൽകുന്നു. ഹോം, ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത റോജിൻ തോമസ് കത്തനാടോട് എത്തുമ്പോൾ അത് മലയാളം കണ്ട ഏറ്റവും വലിയ അംബീഷ്യസ് ചിത്രങ്ങളിൽ ഒന്നാണ്. പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം ചിത്രം 100 കോടി നേടുമെന്ന കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം മോഹൻലാലിന് ശേഷം ആ അപൂർവം റെക്കോർഡ് സ്വന്തമാക്കുന്ന ആദ്യ താരമായി ജയസൂര്യ മാറും. അദ്ദേഹത്തിന്റെ താരമൂല്യം കത്തനാർ മാറ്റുമെന്ന് ഉറപ്പുമാണ്.